خذ بيدي قلت عيلتي أدركني ألا يا رسول الله إني عاشق وفي قبة الخضراء أراك محمد صلاة وتسليم زكاة تحيتي على المصطفى المختار خير البرية وعلم أمة سيدنا محمد اللهم صل وسلم وبارك عليه يا سيدي سندي أوصي ويا مددي كل ظهير الأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر يا جلال നികേറ്റവും സ്നേഹം ബഹുമാനാദരം നിറഞ്ഞ സ്ഥലം ഖത്തീബ് ഉസ്താദ് മറ്റ് പ്രഗത്ഭന്മാരായ ഉസ്താദുമാർ പണ്ഡിതന്മാർ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ അധ്യക്ഷൻ ഷെയ്ഖ് അവർ അൻസാർ മുസ്ലിമീൻ യങ് മെൻസിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകന്മാർ വിദ്യാർത്ഥികൾ സഹോദര സഹോദരിമാർ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അല്ലാഹു ജല്ല ജലാലുഹു ഈ മഹത്തായ സദസ്സ് അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അവന്റെ പൊരുത്തം നോട്ടം തൃപ്തി അംഗീകാരം സഹായം സ്നേഹം ഒക്കെ അല്ലാഹു ഈ സദസ്സിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഇരുത്തത്തിന്റെ കാരണം കൊണ്ട് ദുനിയാവും ആഖിറവും അല്ലാഹു സലാമത്താക്കി തരുമാറാകട്ടെ. നമ്മളുടെ തെറ്റുകൾ പാപങ്ങളൊക്കെ അല്ലാഹുവേ നീ കൈ കളഞ്ഞു തരണേ അല്ലാഹ്. പൂർണ്ണമായി വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. ഖൽബ് ഇരുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് നീ ശുദ്ധിയാക്കണേ അല്ലാഹ്. ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട പ്രയാസപ്പെട്ട നാട്ടിലുള്ളവർ വിദേശത്തുള്ളവർ മുസ്ലിം മെൻസ് അസോസിയേഷന്റെ കർമ്മോത്സുകരായ പ്രവർത്തകന്മാർ ഒരു നീണ്ട ദിവസങ്ങൾ ഇതിനെ പ്രയാസപ്പെട്ടിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനെ സഹകരിച്ചവരോട് സഹായിച്ചുകൊണ്ട് ഈ നാട്ടിലുള്ള വിദേശത്ത് വാട്സപ്പ് കൂട്ടായ്മ അങ്ങനെയുള്ള എല്ലാ നിലക്കും സഹായിച്ചവർക്കൊക്കെ അർഹമായ പ്രതിഫലം ഇരു വീട്ടിൽ നൽകിയ അല്ലാഹു നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അവരുടെ എല്ലാ സതുദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. വിഷമങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, ആദികൾ, വ്യാധികളൊക്കെ നീ മാറ്റി കൊടുക്കണം അല്ലാഹു. ഒരു സുദീർഘമായ സംസാരത്തിന് മുതിരുന്നില്ല, ഉസ്താദിന്റെ സമയമാണ്. ഉസ്താദ് പറഞ്ഞതുകൊണ്ട് ഉദ്ഘാടനം ഞാൻ ചെയ്യുകയാണ്. ഉസ്താദ് സംസാരിക്കും. രണ്ട് വാക്ക് പറഞ്ഞ് നാം നിർത്തും. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. മാഷാ അല്ലാഹ്, ഈ ചെറിയൊരു ഗ്രാമം ഞാൻ വർഷങ്ങളായി ബാപ്പയുടെ നിർദ്ദേശപ്രകാരം അൽഹംദുലില്ലാഹ് ഈ നാടിന് എന്തുകൊണ്ടും കാലങ്ങളായി നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന എൻ്റെ വന്യ പിതാവ് സയ്യിദ് കെ സാറ്റക്കോയത്ത് അല്ലാഹു ദീർഘായുസ്സ്, ആഫിയത്ത്, ആരോഗ്യം അവർക്ക് നൽകണം റഹ്മാനെ. അവരുടെ എല്ലാ വിഷമങ്ങളും രോഗങ്ങളും ഈ ബുർഉത്താന്റെ ബറക്കത്ത് കൊണ്ട് നീ മാറ്റിക്കൊടുക്കണം. ഇപ്പോൾ ക്ഷീണിതനാണ് അൽഹംദുലില്ലാഹ്. എന്നിരുന്നാലും കൊൽപ്പ ഈ നാടിനോട് വലിയ ബന്ധം, വലിയ സ്നേഹം ഈ നാട്ടുകാരോട്. ആ നിലക്കാണ് എന്നെ ഇവിടത്തേക്ക് ആദ്യമായി അയക്കുകയും അത് അൽഹംദുലില്ലാഹ് ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ അത് സ്വീകരിക്കുകയും ആ നിലക്ക് തുടർന്ന് ഇങ്ങനെ പോവുകയാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഈ ചെറിയൊരു ഗ്രാമമാണെങ്കിലും സുബ്ഹാനല്ലാഹ് ഇവിടെ വലിയൊരു സന്തോഷം ഈ സ്ഥലത്തുണ്ട്. അത് തീർച്ചയായും ഒരു നോട്ടം, ഒരു പ്രകാശത്തിന്റെ പ്രോജ്വലമായ പ്രഭ എവിടത്തേക്കാളും നല്ല നിലക്ക് ഇവിടെ അടിച്ചു വീശുന്നുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. വലിയ പട്ടണങ്ങളിലൊക്കെ നടത്തേണ്ട പരിപാടികൾ ഈ ഗ്രാമത്തിൽ വലിയ സന്തോഷത്തിൽ നടത്തുമ്പോൾ എന്തെന്നില്ലാത്ത ഉള്ളിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് സന്തോഷിച്ചു പോവുകയാണ്. നിങ്ങളുടെ മുഹബ്ബത്ത് അത് വെറുതെയാവുക. മാഷാ അല്ലാഹ് 10 വർഷത്തോളമായി ഇവിടെ വലിയ വിപുലമായ ഹബീബായ നബിയുടെ മദ്ഹ് ഇവിടെ നടത്തിക്കൊണ്ടേയിരിക്കുക. അല്ലാഹു അത് ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതിന്റെ പൂർണ്ണമായ ബറക്കത്ത് സുബ്ഹാനല്ലാഹ് ഈ പരിസര പ്രദേശത്ത് നിങ്ങളെ കൊണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുക. മറ്റുള്ള ചുറ്റുപാട് പരിസര പ്രദേശമൊക്കെ അതിന്റെ ബറക്കത്ത് ആസ്വദിച്ചുകൊണ്ടിരിക്കുക. കാരണം ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് സംഘടിപ്പിക്കുക എന്നുള്ളത്
അവിടുത്തെ പാടിപ്പുകയറ്റുന്ന ഒരു പരിപാടി വെക്കുക എന്നുള്ളതൊക്കെ അത് ഈമാനിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ സ്നേഹമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അൽഹംദുലില്ലാഹ്, ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ മുതിർന്നവരും ചെറിയവരും യുവാക്കളും ഒരുപോലെ ഈ ഒരു പരിപാടിക്ക് തയ്യാറെടുത്തിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. ഈ മജ്‌ലിസ് കാണുമ്പോൾ തന്നെ ഏതായാലും റഹ്മത്തിന്റെ മലായികകൾ പൊതിഞ്ഞിരിക്കുന്നു. തീർച്ചയായും അല്ലാഹു അങ്ങനെയുള്ള റഹ്മത്തിന്റെ മലായികകൾ കൂടെ ഇരിക്കുന്ന മജ്‌ലിസാക്കി അല്ലാഹു നമ്മുടെ മജ്‌ലിസിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരുണ്ട്. ഒരു സദസ്സ് സംഘടിപ്പിക്കണമെങ്കിൽ സംഘാടകർക്കറിയാം വലിയ പ്രയാസങ്ങൾ. എന്നിരുന്നാലും ആ പ്രയാസങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നല്ല നിലക്കുള്ള ഒരു സദസ്സ് ഇവിടെ ഒരുക്കി. അൽഹംദുലില്ലാഹ്, പെണ്ണുങ്ങൾക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്, ആണുങ്ങൾക്ക് ഇരിക്കാനുള്ള നല്ലൊരു സൗകര്യമുണ്ട്. പരിപാടികളൊക്കെ അല്ലാഹു പൂർണ്ണമായി വിജയിപ്പിച്ചു തരുവാനാകട്ടെ. അത് ലോകത്തെ ഏറ്റവും വലിയ സാഹിത്യ സമ്പുഷ്ടമായ കാവ്യമാണ് ഹബീബായ നബിയുടെ. അതിനെ കവച്ചു വെക്കുന്ന ഒരു മദ്ഹ് ഇതുവരെ വന്നിട്ടില്ല, ഇനി വരാനും ഇരിക്കുന്നതുമല്ല. കാരണം ലോകം ഒന്നടങ്കം ഇതിന്റെ മഹത്വം അനുഭവിച്ചവരാണ്, അറിഞ്ഞവരാണ്. ഏത് പ്രയാസങ്ങളുണ്ടെങ്കിലും, ഏത് രോഗങ്ങളുണ്ടെങ്കിലും, ഏത് മാനസികമായ ടെൻഷൻ പിടിച്ച് വലിയ മല പോലെ തലയിലുണ്ട് എങ്കിലും ഈ ബുറുദയുടെ മജ്‌ലിസിൽ വന്ന് ഒരു മനുഷ്യൻ ഇരുന്നു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, നമ്മൾക്കറിയാതെ നിലക്ക് നമ്മളെ ടെൻഷനുകളൊക്കെ മാറിപ്പോകുന്നത് നമുക്കറിയാം. രോഗങ്ങൾ മാറിപ്പോകുന്നു, എന്തെന്നില്ലാത്ത സമാധാനം ഖൽബിലേക്ക് ആ മദ്ഹ് കേൾക്കുമ്പോൾ ഉണ്ടാകും. ഇത് ലോകത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സാ വാചാ കർമ്മണ കൊണ്ടു നടക്കുന്ന സ്നേഹഭാജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇങ്ങനെയുള്ള ഒരു സദസ്സ് ഞാൻ പറഞ്ഞതുപോലെ വലിയ പട്ടണങ്ങളിലൊക്കെ നടത്തേണ്ട സദസ്സുകളാണ് നിങ്ങൾ ഇവിടെ നടത്തുന്നത്. അവിടെ ഒന്നും നടത്താൻ ചിലപ്പോൾ സാധിച്ചു കൊള്ളണമെന്നില്ല. അത് അല്ലാഹു അനുഗ്രഹിച്ചവർക്ക് മാത്രമേ നബിതങ്ങളുടെ മദ്ഹ് പാടാനും അത് ഒരുക്കാനും അത് സംഘടിപ്പിക്കാനും സാധിക്കും. അപ്പൊ എന്തുകൊണ്ടും അല്ലാഹു കോൽപ്പയിലുള്ള അൻസാറുൽ മുസ്ലിമീൻ യങ് മെൻസ് അസോസിയേഷൻ അല്ലാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു. തുടർച്ചയായി 10 വർഷത്തോളമായി അത് നടത്തിക്കൊണ്ടിരിക്കുന്നു. വളരെ വിപുലമായി നല്ല നിലക്ക് എല്ലാ സൗകര്യങ്ങളോടുകൂടി അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അതിന്റെ ബറക്കത്ത് മുഴുവനും അല്ലാഹു ഈ നാടിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ കാരണം കൊണ്ട് നമ്മളുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും രോഗങ്ങളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. നബിതങ്ങളോടുള്ള മുഹബ്ബത്ത്, ആ മുഹബ്ബത്ത് അത് ചില്ലറ മുഹബ്ബത്തൊന്നും. നബിതങ്ങളോടുള്ള സ്നേഹം, ആ സ്നേഹം പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ടു പോകും. അതിർവരമ്പ് ലംഘിച്ചുള്ള സ്നേഹമാണ് ലോകത്തിന്റെ നേതാവിനോട് വേണ്ടത്. അതാണ് ബുറുദയിലുള്ളത്. അതാണ് ബുറുദയിലുള്ളത്. ലോകത്തിന്റെ നേതാവിനെ സ്നേഹിക്കാൻ ഒരു വരമ്പ്, അതിർവരമ്പ് അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. നമ്മുടെ മാതാക്കളെ, പിതാക്കളെ, നമ്മുടെ ഭാര്യയെ, മക്കളെ സ്നേഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഒരു പരിധിയുണ്ട്. അതിൽ നിന്നപ്പുറം നമുക്ക് സ്നേഹിക്കാൻ സാധ്യം. എന്റെ ഭാര്യയെ എനിക്ക് സ്നേഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. എന്റെ ഉമ്മയെ എനിക്ക് സ്നേഹിക്കുന്നതിന് പരിധിയുണ്ട്. എന്റെ വാപ്പയെ എനിക്ക് സ്നേഹിക്കുന്നതിന് പരിധിയുണ്ട്. ഇതൊക്കെ അതിർവരമ്പ് ലംഘിച്ചുകൊണ്ടുള്ള ഏറ്റവും വലിയ ഒരു മധുരമുള്ള സ്നേഹമാണ് ലോകത്തിന്റെ നേതാവിനോടുള്ള മുഹബ്ബത്ത്, സ്നേഹം എന്നുള്ളത്. ആ സ്നേഹം നമ്മൾക്ക് കാണിച്ചു തന്നത് അവിടുത്തെ സ്നേഹിച്ച നക്ഷത്രത്തുല്യരായ, അവിടുത്തെ അനുചരന്മാരായ, ലോകത്തിന്റെ നേതാവിന്റെ നിഴൽ പോലെ പിന്തുടർന്ന മഹാത്മാക്കളായ സ്വഹാബത്തിനെ പോലെ സ്നേഹിക്കാൻ ലോകത്ത് ഒരു ആളെ കൊണ്ടും സാധ്യമല്ല. നബിതങ്ങളോടുള്ള മുഹബ്ബത്ത്, നമ്മളെ സ്നേഹമൊന്നും, നമ്മളെ സ്നേഹത്തെ ഇതിലൊതുങ്ങിയാണ്.
നമ്മളെ സ്നേഹം ഇവിടെ ഒരു അല്ലാഹു സ്വീകരിക്കട്ടെ. ഇതുകൊണ്ട് ഒതുങ്ങുകയാണ്. അവരെ സ്നേഹം അങ്ങേയറ്റത്തെ സ്നേഹമാണ്. ആ സ്നേഹത്തിന് തുലനം ചെയ്യാൻ ലോകത്ത് സാധ്യമല്ല. നബി തങ്ങളോടുള്ള മുഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ് അവർ സ്നേഹിച്ചത്. അവരെ സ്നേഹത്തിന് നമ്മൾക്ക് കണക്കൂട്ടാൻ സാധ്യമല്ല. അങ്ങനെ സ്നേഹിച്ചിട്ടുണ്ട് നമ്മൾ ഊഹിക്കാൻ പോലും നമ്മൾക്ക് പറ്റും. അങ്ങനെ ഒരു മനുഷ്യനെ സ്നേഹിക്കുമോ ഊഹിക്കാൻ പോലും പറ്റില്ല. അങ്ങനെയുള്ള സ്നേഹമാണ് അവിടുത്തെ അനുചരന്മാരായ നക്ഷത്രത്തുല്യരായ സ്വഹാബത്തുൽ കിറാമ നബി തങ്ങളെ സ്നേഹിച്ചത്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുന്ന് ഒന്ന് തുപ്പണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഉമിനീര് ഭൂമി ലോകത്ത് തട്ടാതെ ഏതെങ്കിലും ഒരു സഹാബത്തിന്റെ കയ്യിലേക്കാണ് പതിക്കുന്നത്. ഏതെങ്കിലും ഒരു സഹാബത്തിന്റെ കയ്യിലേക്കാണ് പതിക്കുന്നത്. നമ്മൾക്ക് ആലോചിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള സ്നേഹം എന്താണ്? ആ സ്നേഹത്തിന് എവിടെയാണ് ഉപമിക്കേണ്ടത്? ആ സ്നേഹത്തിന് എന്തുകൊണ്ടാണ് ഉപമിക്കേണ്ടത്? നബി തങ്ങളുടെ ഉമിനീര് ഈ ഭൂമുലോകത്ത് തട്ടുന്നില്ല, അത് ഏതെങ്കിലും ഒരു സ്വഹാബത്തിന്റെ കയ്യിലേക്കാണ് വീഴുന്നത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളൂ കൊടുക്കുന്നുണ്ട് എങ്കിൽ ആ വുളൂഇന്റെ വെള്ളം താഴോട്ട് വീഴാറില്ല. അത് സ്വഹാബത്തിന്റെ കയ്യിലേക്ക് അതിനു വേണ്ടി തിരക്ക് കൂട്ടുന്നു. എന്താണ് സ്നേഹം? നിഴല് പോലെ ഒരു നേതാവിനെ പിൻപറ്റിയ ജനത. എങ്ങനെയാണ് നബി തങ്ങൾ ഇരുന്നത് അങ്ങനെ തന്നെ ഇരുന്നത്. എങ്ങനെയാണ് നബി തങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ ഏത് കൈയാണ് ഉപയോഗിച്ചത് ആ കൈ തന്നെ ഉപയോഗിച്ചു. എങ്ങനെയാണ് നബി തങ്ങൾ ജനങ്ങൾ അഭിസംബോധന ചെയ്തത് ആ രീതിയിൽ തന്നെ അവർ അഭിസംബോധന ചെയ്തു. അങ്ങനെ എല്ലാ നിലക്കും ഓരോ അനക്കങ്ങളും അടക്കങ്ങളും ഒതുക്കങ്ങളും മനസ്സിൽ നിർത്തിക്കൊണ്ട് ജീവിച്ച മഹാത്മാക്കളാണ് അല്ലാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത്. നബി തങ്ങളോടുള്ള മുഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ വെറും ഒരു ബുർദയുടെ ബൈത്ത് കേട്ടു അത് ഞങ്ങൾ സ്നേഹിച്ചു എന്നുള്ളതല്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചവരുണ്ട്. നബി തങ്ങളോടുള്ള മുഹബ്ബത്ത് എന്ന് പറയുന്നത് അവരെ അനുധാവനം ചെയ്യുക, അവിടുത്തെ സുന്നത്ത് പിൻപറ്റുക എന്നുള്ളതാണ്. ഒരുപാട് സുന്നത്തുകൾ, ആ സുന്നത്ത് മുഴുവൻ ജീവിതത്തിൽ കൊണ്ടുവരുന്നവർക്ക് മാത്രമേ ലോകത്തിന്റെ നേതാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സുന്നത്തുകൾ നമ്മൾ ഒരു ദിവസത്തിൽ എത്രയാണ് ഒഴിവാക്കി പോകുന്നത്? എത്രയോ സുന്നത്തുകൾ നമ്മൾ ഒഴിവാക്കി പോകും. ആ സുന്നത്തുകളൊക്കെ എടുക്കണം. അതാണ് മുഹബ്ബത്തിന്റെ ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത്. നബി തങ്ങളുടെ സുന്നത്ത് കൊണ്ടുവരിക, ജീവിതത്തിൽ കൊണ്ടുവരിക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ സുന്നത്തുകൾ കൊണ്ടുവന്നുകൊണ്ട് നിരന്തരമായി നബി തങ്ങളോടുള്ള മുഹബ്ബത്ത് വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും വലിയ ഒരു എളുപ്പ വഴിയാണ് സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. സ്വലാത്ത് കണ്ടമാനം സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക, നിരന്തരമായി സ്വലാത്ത്. ആ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ഒരു നോട്ടം എവിടെ നിന്ന്? മദീനയുടെ മസ്ജിദുൻ നബവിയുടെ അകത്ത് കിടക്കുന്ന ആ റൗള ഷരീഫിൽ നിന്ന് ഒരു നോട്ടം എപ്പോഴും നമ്മളിലേക്ക് ഉണ്ടാകും. നബി തങ്ങളോടുള്ള മുഹബ്ബത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ്, വഴിയാണ് സ്വലാത്ത് കൊണ്ട് മുന്നേറുക എന്ന്. സ്വലാത്തിന് എല്ലാത്തിനും എല്ലാത്തിന്റെയും പരിഹാരമാണ് സ്വലാത്ത്. നബി തങ്ങളോടുള്ള മദ്ഹ് അത് ജീവിതത്തിൽ കൊണ്ടുവരിക. മദ്ഹ്, നബി തങ്ങളോടുള്ള മദ്ഹ്, ബുർഉദ്ദാന്റെ ഈരടികൾ ഒന്നുമില്ലെങ്കിൽ ലാസ്റ്റത്തെ 2 ബൈത്ത് പോയത്. ലാസ്റ്റത്തെ 2 ബൈത്ത് 10 അശ്റത്തുൽ മുബശ്ശിരീങ്ങളെ കുറിച്ചുള്ള ബൈത്ത്.
ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وعبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم الله സ്വീകരിക്കട്ടെ. എന്തൊരു റാഹത്താണ്, എന്തൊരു റാഹത്താണ് അത്. സമാധാനത്തിൽ നിങ്ങൾ പാടിയോ, ഒന്ന് പാടുക. എത്ര വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും ഈ രണ്ട് വരികൾ, അവസാനത്തെ വരി, ഈ അശ്റത്തുൽ മുബശ്ശിരീങ്ങൾ ആരാണ്? 10 സ്വഹാബത്തിന് ലോകത്ത് അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻകൂട്ടിക്കൊണ്ട് സ്വർഗ്ഗത്തിന്റെ ടിക്കറ്റ് കൊടുത്ത മഹാത്മാക്കളാണ് 10 മഹാത്മാക്കൾ. ആ 10 ആളെ പേരാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഉച്ചരിച്ചത്. ആ 10 ആളുടെ പേരിന് വലിയ പ്രാധാന്യമുണ്ട്, വലിയ ആദരവുണ്ട്, ബഹുമാനമുണ്ട്. ആ പേര് നമ്മൾ നിരന്തരമായി ബൈത്തിലൂടെ പാടിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് എന്തെന്നില്ലാത്ത മാറ്റങ്ങൾ ഖൽബിനുണ്ടാകും. പ്രിയപ്പെട്ടവരെ, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ 2 വരിയെങ്കിലും ഇപ്പൊ മക്കൾ പാടിയതാ. ചെറിയ മക്കൾക്ക് പഠിപ്പിച്ചോടെ പെട്ടെന്ന് പഠിക്കും. ചെറിയ മക്കൾക്ക് പെട്ടെന്ന് പഠിക്കും. അവർക്ക് പഠിപ്പിച്ചു കൊടുത്താൽ വീട്ടിൽ പഠിപ്പിച്ചു കൊടുക്കണം. ഉമ്മമാര്, മാതാപിതാക്കളും. എന്നിട്ട് എല്ലാ ദിവസവും നിസ്കാരത്തിന് ശേഷം കൊണ്ടുവരാൻ നോക്കാം. എല്ലാ നിസ്കാരത്തിന് ശേഷം നമ്മളെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ കഴിഞ്ഞ് അവിടെ അതേ ഇരുത്തത്തിൽ ഈ ഒരു ബൈത്ത് ഇങ്ങനെ പാടിയിട്ട് എന്നെ നന്നാക്കണം അല്ലാഹ്, എന്നെ നന്നാക്കണം അല്ലാഹ്, നബി തങ്ങളുടെ മുഹബ്ബത്ത് എനിക്ക് വർദ്ധിപ്പിച്ചു തരണം അല്ലാഹ് എന്ന് ഈ 10 ആളെ മുമ്പിൽ വെച്ചുകൊണ്ട്, ഈ 10 മഹാത്മാക്കളെ മുമ്പിൽ വെച്ചുകൊണ്ട് അവരെ തവസ്സുലാക്കി നമ്മൾ ദുആ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാ പ്രയാസങ്ങളെയും അല്ലാഹു നീക്കിത്തരും, അതിൽ സംശയമില്ല. അപ്പോൾ ഈ 2 വരി ഞാൻ പറഞ്ഞത്, ആ 2 വരിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ബുറൂദ മുഴുവനും പാടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ബുറൂദ മുഴുവനും പാടിക്കഴിഞ്ഞാൽ ശരിക്കും മനസ്സ് തട്ടിക്കൊണ്ടിരുന്ന് ആർക്കും പാടാം. അക്ഷരത്തെറ്റില്ലാതെ, സമാധാനത്തിൽ ധൃതി കൂട്ടാതെ, നല്ല റാഹത്തോടുകൂടി ഒരു 163 ബൈത്തുകളാണ് ഇതിലുണ്ട് എങ്കിൽ ആ ബൈത്തങ്ങോട്ട് പാടിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അറിയാൻ പറ്റും, മനസ്സിന് എന്തെന്നില്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, നബി തങ്ങളോടുള്ള മുഹബ്ബത്ത് നിരന്തരമായി ചെല്ലുന്നവർക്ക് പറയേണ്ട ആവശ്യമില്ല. നിരന്തരമായി ബുറൂദ പാടുന്നവർക്ക് അവരുടെ ഖൽബിലേക്ക് അങ്ങോട്ട് നബി തങ്ങളെ കയറിക്കൂടും. അത് അനുഭവിക്കാൻ സാധിക്കും. മരണാസന്ന സമയത്ത്, സക്കറാത്തിന്റെ ബലിവരിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് ബുറൂദന്റെ ഇരടികൾ അങ്ങോട്ട് പാടിക്കഴിഞ്ഞാൽ റഹ്മത്തിന്റെ മലായികകൾ കൂട്ടം കൂട്ടമായി ഇറങ്ങും. അല്ലാഹു നിശ്ചയിച്ചവർക്ക് അതിന്റെ സുഗന്ധം ആസ്വദിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതിന്റെ സുഗന്ധം എന്തെന്നില്ലാത്ത കസ്തൂരിയുടെ സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ ബുറൂദന്റെ മജ്ലിസ് പറഞ്ഞതുപോലെ അതിനെ അർഹിക്കുന്ന ബഹുമാനമുണ്ട്, ആദരവുണ്ട്. ആ നിലക്ക് അതോടുകൂടി, ബഹുമാനത്തോടുകൂടി, ആദരവോടുകൂടി നമ്മൾ കേട്ടിരിക്കണം. ആ കേട്ടിരിക്കുമ്പോൾ അതിന്റെ ജവാബുകൾ നമ്മൾ ഒന്നിച്ച് പാടണം, ഖൽബിൽ സ്വലാത്തും കൊണ്ടുവരണം. പ്രിയപ്പെട്ടവരെ, വലിയ മാറ്റങ്ങൾ നമ്മൾക്കുണ്ടാകും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന പരിശുദ്ധ ഖുർആനിന്റെ വചനത്തിൽ ഈ സംഗമം, ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.